ഹായ്, എൻ്റെ പേര് നിസീബ. ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാനൊരു ടീച്ചറാണ്. അല്ലാതെ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. എൻ്റെ ടീച്ചിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കൗൺസിലിംഗ് മേഖലയിലും അതുപോലെ കുട്ടികൾക്കെല്ലാം ക്ലാസ് എടുക്കാമെന്നുള്ള തീരുമാനമായത്. 14 വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുകയാണ്. കോളേജിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ഒരുപാട് കാണാറുണ്ട്. 18 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കാണുന്നത്. ഈ കുട്ടികൾ ഭയങ്കര ഇൻസ്പിറേഷനാണ്. അതായത് വരുന്ന സമയത്ത് കുട്ടികൾ വളരെയധികം പാവമായിരിക്കും. പക്ഷെ കുറച്ചൊന്ന് കഴിയുമ്പോൾ അവരുടെ പിയർ പ്രഷർ കാരണം അവരല്ലാതെ തന്നെ മാറാറുണ്ട്. അതിപ്പം അവർ ഏത് സ്കൂളിൽ പഠിച്ചിട്ട് വന്നാലും അവരൊരു കുറച്ച് നാൾ കഴിയുമ്പം അവരുടെ ക്യാരക്ടറിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ നമ്മൾ പറയാറുണ്ട് ചില സ്വഭാവങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല എന്ന്. പക്ഷേ ഈ കുട്ടികളെല്ലാം നല്ലൊരു ക്യാരക്ടറിൽ നിന്നും അല്ലെങ്കിൽ നല്ല വലിയ വലിയ സ്കൂളിൽ നിന്നും പഠിച്ചതിന് ശേഷം അവർ പല രീതിക്കുള്ള ക്യാരക്ടറിലോട്ട് മാറുന്നു. അതായത് ചില സമയങ്ങളിൽ ഒരു കൂടുതലായിട്ട് അവർ എന്താണ് ആരെ വിശ്വസിക്കുന്നത് ചോദിച്ചാൽ അവരുടെ ഫ്രണ്ട്സിനെയാണ് വിശ്വസിക്കുന്നത്. ഈ ക്യാരക്ടർ ഫോർമേഷൻ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് അവരുടെ നമ്മുടെ പാരൻസിനെ ഞാൻ വലുതായി ഇനി എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, അമ്മയും അച്ഛനും ഡിസിഷൻസ് പറയണ്ട, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചോളാം, അങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ബാഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. ഇത് ആൾക്കാരെ കേട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. അപ്പം ആ ഒരു സ്വയം ഡിസിഷൻ എടുക്കാനുള്ള ഒരു വിൽ പവർ അവർ ആർജിച്ചെടുക്കുന്നു. അവരെങ്ങനെ ആർജിച്ചെടുക്കുന്നു പറഞ്ഞാൽ അവരുടെ കൂട്ടുകാരുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള അവരുടെ ഫോൺ വിളികളും കൂടുതൽ സമയം അവരുമായിട്ടാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കോളേജിലോട്ട് വരുന്ന സമയത്ത് അവർ വിചാരിക്കുന്നത് ഇത്രയും നാളും ഞാൻ സ്കൂളിൽ ഒരുപാട് പഠിച്ചു, ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ട് പോയി, അതിനുശേഷം ഒരു ചെറിയൊരു ലെഷർ പോലെ അവരിതാവാന്നുള്ള രീതിക്ക് അവർ 70s-ലും 80s-ലുള്ള ഒരു സിനിമയൊക്കെ ഒന്ന് റോൾ ചെയ്തിട്ടായിരിക്കും അവർ കോളേജ് ക്യാമ്പസിൽ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ചില കോളേജുകൾ കുട്ടികൾക്ക് അനുയോജ്യമായിരിക്കും, ചില ക്യാമ്പസുകൾ അനുയോജ്യമല്ലാതിരിക്കും. സോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുട്ടികൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അവർക്ക് എവിടെയാണോ അവരുടെ കാര്യങ്ങൾ, അതായത് അവർക്ക് ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്നത്, അത് മാത്രമാണ് അവരുടെ മനസ്സിൽ വരുന്നത്. സോ എക്സാം എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ചോളാം, ഞങ്ങൾക്ക് പഠിക്കാൻ അറിയാം. അതായത് അവർ ഒരു കാര്യം ആലോചിക്കണം. അതായത് ഇപ്പം എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു 80 മാർക്കിനോ 100 മാർക്കിനോ അവർ ഒരു മണിക്കൂർ കൊണ്ടായിരിക്കും പഠിക്കുന്നത്. എന്നിട്ടത് മാത്രം അങ്ങ് എഴുതി വെക്കും. ചില കുട്ടികൾ പാസ്സാവാറുണ്ട്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഈ ഒരു എക്സാമിന് ജയിക്കുക എന്നത് കഴിയുമ്പോൾ അവരവിടെ ആ ഒരു ഇത് കഴിഞ്ഞു. അമ്മ ഞാൻ ജയിച്ചല്ലോ, അച്ഛൻ ഞാൻ ജയിച്ചല്ലോ, പിന്നെ എന്തിനാ അമ്മയും അച്ഛനും എന്നെ ചുമ്മാ പഠിക്കാനായിട്ട് പറഞ്ഞത്, എനിക്കറിയാമല്ലോ പഠിക്കാൻ എന്നുള്ള രീതിക്ക് അവർ മാറാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രവണത ശരിയാണോ ഇല്ലെന്ന് ചോദിച്ചാൽ ഞാൻ 100% തെറ്റാണെന്ന് പറയും. അതായത് നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഭയങ്കര ഇൻഫോർമേറ്റീവാണ്. ഒരാൾ നമുക്ക് വേണ്ടി ഇൻസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അവരെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അവരിടുന്ന എഫേർട്ട്, അവർ നമുക്ക് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ അവിടെ ഇരുന്ന് പഠിക്കാൻ ഇരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ കുട്ടികൾ ഈ ടീച്ചറിനെ അനുസരിക്കുകയും ടീച്ചർ പറയുന്ന കാര്യങ്ങളും കേൾക്കത്തുള്ളൂ. അവർ കൂടുതൽ അവരുടെ പിയർ പ്രഷറിനെ നോക്കുമ്പോൾ അവർ കൂടുതലായിട്ട് ക്ലാസ്സുകളിൽ കയറില്ല. അപ്പം ഇന്ന് വരുന്ന ദിവസം ഇന്ന് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ 5-6 ദിവസം കുട്ടി ക്ലാസ്സിൽ വരില്ല. അപ്പോൾ ആ കുട്ടിക്ക് അതുമായിട്ട് ബന്ധമൊന്നും കാണത്തില്ല. അപ്പം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ലെങ്കിൽ സാധാരണ എന്താ ചെയ്യുന്നത്, അവരങ്ങ് ലീവ് ചെയ്യുന്നു. ഓക്കെ, നമുക്കതെങ്ങനെയും പഠിക്കാം, നമുക്ക് യൂട്യൂബുണ്ട്, ഗൂഗിളുണ്ട്, നമുക്ക് റിസോഴ്സസ് ഒരുപാട് അവൈലബിൾ ആണല്ലോ. സോ എത്ര റിസോഴ്സസ് അവൈലബിൾ ആണെങ്കിലും ചില കുട്ടികൾ എക്സാമിന് മുമ്പായിട്ട് ടീച്ചേഴ്സിനെ കാണാൻ വരാറുണ്ട്. അവർ അവർ പറയുന്നത് എന്താണ്, ഞങ്ങൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല, എനിക്ക് മറന്നുപോയി, ടീച്ചറൊന്ന് പറഞ്ഞു തരണം. പക്ഷെ അവരുടെ പിയർ പ്രഷറിൻ്റെ കാരണം കൊണ്ടാണ് അവരെന്ത് ചെയ്യാത്തത്, ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തത്. പക്ഷെ സാധാരണയായിട്ട് അവർ ക്ലാസ് മാത്രം ശ്രദ്ധിച്ചിരുന്നിട്ട് വീട്ടിൽ പോയിട്ട് ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന കുട്ടികളാണ് ഈ ഒരു രീതിയിൽ വരുന്നത്. അവർ പറയുന്നത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ വെറുപ്പിക്കാൻ പറ്റത്തില്ല, അവർ എൻ്റെ ചങ്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിക്ക് പറയും. എല്ലാം ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ പറയുന്ന ചങ്കുകൾക്ക് ഒരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുമ്പം ഈ ഫ്രണ്ടിനെ അവർ അറിയിക്കാറില്ല. അവർ ലൈഫ് സെറ്റിൽ ചെയ്ത് പോകും. സോ വളരെയധികം പഠനത്തിൽ പിറകോട്ട് നടന്നുന്ന കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളെ അവരുടെ ആ ഒരു ഫ്യൂച്ചറിനെ നശിപ്പിച്ചിട്ട് മറ്റവർ രക്ഷപ്പെട്ടു പോകും. ഇവരാണെങ്കിലോ ഞാൻ പഠിച്ചതുമില്ല, എൻ്റെ ഫ്യൂച്ചർ പോവുകയും ചെയ്തു എന്നുള്ളൊരു വലിയൊരു നിരാശയിൽ പോകും.
ഇങ്ങനെ നിരന്തരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാറുണ്ട്. 14 വർഷം എന്ന് പറയുമ്പോൾ ഒരു ചില്ലറ കളിച്ച് എല്ലാ രീതിയിലുള്ള കുട്ടികളെയും കാണാറുണ്ട്. ഇപ്പം ഈ അടുത്ത് വന്ന കുട്ടികളുടെ ക്യാരക്ടർ പോലും നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ആരും പഠിക്കുന്നതിന് വേണ്ടിയിട്ടോ അവരുടെ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല. അവരെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് ഗൂഗിളുണ്ട്, ChatGPT ഉണ്ട്, ഞങ്ങൾ അതുവഴിയൊക്കെ ഇതാക്കും. പക്ഷെ ഇവർക്ക് അറിയില്ല ChatGPTയേക്കാളും വെല്ലുന്ന അല്ലെങ്കിൽ പല ടെക്നോളജീസും ഇനിയും വരാൻ പോവുകയാണെന്നുള്ളത്. ഇവർ കോമ്പീറ്റ് ചെയ്യേണ്ടത് AI കൂടെയാണ് കോമ്പീറ്റ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. എങ്ങനെ AI അവർ കോമ്പീറ്റ് ചെയ്യുന്നവർ ഇതുവരെ പഠിച്ച് ശ്രമിച്ചിട്ടില്ല. ഒരു രസകരമായ അനുഭവം പറഞ്ഞുതരാം. എല്ലാവരും AI ഉപയോഗിച്ച് ലെറ്റർ എഴുതും. ഞങ്ങളുടെ മുമ്പിൽ വന്നൊരു കുട്ടിയും ലെറ്റർ എഴുതാനായിട്ട് വന്നു. ഞങ്ങളോട് ലെറ്റർ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മൊബൈൽ ഇരിക്കുകയില്ലേ, ലെറ്റർ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ChatGPT ചോദിച്ച് ലെറ്റർ എഴുതി കൊണ്ടുവന്നു. അതിരസകരമായ ലെറ്ററായിരുന്നു. സാധാരണയായിട്ട് ഒരു ടീച്ചറിനെ അഭിസംബോധന ചെയ്യേണ്ടത് റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ മാം. ഈ കുട്ടി എഴുതിയിരുന്ന ലെറ്റർ ഡിയർ ടീച്ചർ. ഈ കുട്ടി ഇപ്പം പഠനം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ലെറ്റർ എഴുതിയാണെങ്കിൽ ഓക്കെ ഡിയർ ടീച്ചർ എന്ന് എഴുതാം. പക്ഷെ ഇതൊരു ഫോർമലായിട്ട് യൂണിവേഴ്സിറ്റിക്ക് അയക്കേണ്ട ലെറ്ററിൽ എഴുതിയിരിക്കുന്നതാണ് ഇങ്ങനെ. അപ്പം ChatGPT കൊടുക്കുന്ന എന്തും നല്ലതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. പക്ഷെ അവർക്ക് തെറ്റോ ശരിയോ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. സോ അവരെന്നാണ് ഈ തെറ്റും ശരിയും തിരിച്ചറിയുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാനും പറ്റത്തില്ല. അതുകൊണ്ട് ഈ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾക്കല്ലാതെ നമ്മൾ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. ആ സാധ്യതകളെ കുട്ടികൾ ഉപയോഗിക്കുന്നില്ല. ഈ സാധ്യതകളെ കണ്ടെത്തുക എന്ന് പറയുമ്പം കുട്ടിയോട് ചോദിക്കാൻ എന്താണ് എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പം അവൻ സ്ട്രെങ്ത് നന്നായിട്ട് പറയും. വീക്ക്നെസ് ചോദിച്ചാൽ പറയും എനിക്ക് വീക്ക്നെസ്സേ ഇല്ല. ഓപ്പർച്യൂണിറ്റിയോ എനിക്ക് എല്ലായിടും ഓപ്പർച്യൂണിറ്റി, അതെനിക്ക് ചലഞ്ചസോ ഞാൻ യാതൊരുവിധ ചലഞ്ചസും. ഒരു കുട്ടിയെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഓപ്പണായിട്ട് സത്യം പോലും പറയത്തില്ല. അവർ പറയുന്നതിൽ ഒരു 95% അവർ പറയുന്നത് കള്ളത്തരമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്തിരിക്കുന്നവൻ ഞാൻ ക്ലാസ്സിൻ്റെ പുറത്തിറങ്ങുമ്പോൾ കളിയാക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ പോകുമ്പോൾ കളിയാക്കും. അങ്ങനെയുള്ള മനസ്സ് വെച്ചുകൊണ്ട് ഇവർ അവരുടെ തന്നെ പല കാര്യങ്ങളെയും അവർ മറച്ചു പിടിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. അതായത് നമ്മളെ ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. ഒരു സർജറി എങ്ങനെയാണ് സക്സസ് ആവുന്നത്? എവിടെയാണോ പ്രശ്നം വരുന്നത് അതിനെ നമ്മൾ സർജറിക്ക് വിധേയമാക്കുമ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളെ കീറി മുറിച്ച് ആ ഒരു പ്രശ്നത്തിനെ ഡയഗ്നോസ് ചെയ്ത് അതിനെ മാറ്റുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിക്കവറിയിലോട്ട് വരുന്നത്. പക്ഷെ കുഞ്ഞുങ്ങൾ അതിന് വേണ്ടി വരുന്നില്ല. അവർ പറയുന്നത് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ വിട്ടുള്ള ഒരു ജീവിതം ഇല്ല. ഓക്കെ ആയിക്കോളൂ, നിങ്ങൾ കൂടുതൽ ഫ്രണ്ട്സിനെ വിശ്വസിച്ചോളൂ. പക്ഷെ ഒരു 30 to 40% നിങ്ങൾ പാരൻസിനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുക, അവരെ വിശ്വസിക്കുക, ബിലീവ് ചെയ്യുക. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ചെയ്യാനായിട്ട് കുട്ടികൾക്കുള്ള ഒരു മനസ്സ് ഇല്ല. ഞാൻ ചുരുക്കി പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള, അതായത് നമ്മുടെ സ്കിൽസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ ഫോർമേഷൻസും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവർ ജോലി കിട്ടിക്കഴിഞ്ഞാലും ജോലി ചെയ്യില്ല. ഒരു കുട്ടി കറക്റ്റായിട്ട് കോളേജിൽ വരാതിരുന്നു കഴിഞ്ഞാൽ അവൻ ഫ്യൂച്ചറിൽ ജോലിക്ക് പോകുമ്പോഴും അവൻ അതിൻ്റേതായ ബുദ്ധിമുട്ടാണ്. അവൻ എത്രയോ ജോലികൾ ക്വിറ്റ് ചെയ്ത പല കുട്ടികളുടെയും കഥകൾ ഞങ്ങൾക്കറിയാം. ഓരോ ദിവസവും ഞങ്ങൾക്കൊന്ന് പറയാറുണ്ട്, ക്ലാസ്സിൽ വന്നിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ഓഫീസിലും പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ആ ജോലി ക്വിറ്റ് ചെയ്തു, ഇനി വേറെ ജോലി ഞാൻ നോക്കാനായിട്ട് പോവുകയാണ്. ഈ 3 വർഷം അവരുപയോഗിക്കുന്നത് അവർക്കൊരു തമാശ പോലത്തെ വർഷമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനൊരു പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ബെനിഫിറ്റ്സുകൾ ഉണ്ടാകുന്നത്. സോ ഇത്രയും നേരം വരെ എൻ്റെ ഈ ഒരു ഓഡിയോ സെഷൻസ് കേട്ടതിന് എല്ലാവർക്കും നന്ദി. നമുക്ക് വീണ്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സെഷൻസ് സംസാരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.